Hi friends, welcome to our new video. Aim Study Centerന്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെയധികം വ്യക്തമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കളക്റ്റീവ് നൗൺസ്, അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് ഏതൊരു മത്സര പരീക്ഷയ്ക്കും നമ്മൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കളക്റ്റീവ് നൗൺസ്. അപ്പോൾ കളക്റ്റീവ് നൗൺസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അല്ലേ? ഒരു കൂട്ടം നൗണുകളുടെ കൂട്ടത്തിൽ നമ്മൾ മൊത്തത്തിൽ പറയുന്ന പേരിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷ, ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, കളക്റ്റീവ് നൗൺസ് എന്താണ്? കളക്റ്റീവ് നൗൺസ് ഫസ്റ്റത്തെ കളക്റ്റീവ് നൗൺ നോക്കിക്കോളൂ. എ ലിറ്റർ ഓഫ്, അല്ലേ? നമ്മൾക്ക് എത്ര പഠിച്ചു കഴിഞ്ഞും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോയ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്താണ്? അതൊരു കൺഫ്യൂഷൻ ആണ്, അല്ലെ? ഇതാണോ അതാണോ? അപ്പൊ ഒരു കൺഫ്യൂഷനും വേണ്ട, തറവായിട്ട് പഠിക്കുക. ഒരു മാർക്ക് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ, മിസ്സാക്കാതെ ഈ വീഡിയോ കാണുക, ഒരു മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, എ ലിറ്റർ ഓഫ്, അല്ലെ? ഏതിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ എ ലിറ്റർ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിഗ്സ്, പപ്പീസ് ഓർ പിഗ്ലെറ്റ്സ്. അപ്പൊ പിഗ്സിന്റെ കൂട്ടത്തിനെയും അതുപോലെ തന്നെ പപ്പീസിന്റെ കൂട്ടത്തിനെയും അതുപോലെ തന്നെ പിഗ്ലെറ്റ്സിന്റെ കൂട്ടത്തിനെയും നമ്മൾ പറയുന്നത് എന്താണ്? അതിന്റെ മൊത്തത്തിലുള്ള ഒരു കളക്റ്റീവ് നൗൺ ആണ് ഏത്? എ ലിറ്റർ ഓഫ് എന്നതുകൊണ്ട്. മനസ്സിലായോ? എ ലിറ്റർ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പിഗ്സ്, പപ്പീസ്, പിഗ്ലെറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ്, ഹെഡ് ഓഫ്. ഹെഡ് ഓഫ്. അപ്പോ ലിറ്റർ ഓഫ് എന്നുള്ളത് മനസ്സിലായില്ലേ? ലിറ്റർ ഓഫ് പിഗ്സ്, പപ്പീസ്, പിഗ്ലെറ്റ്സ്. മൂന്നിന്റെയും കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് ഏതാണ്? മൂന്നും ഒരുമിച്ച് പഠിക്കാം. പിഗ്സ്, പിഗ്ലെറ്റ്സ്, പപ്പീസ്. ഓക്കെ, മൂന്നും കൂടി ഉള്ള അതിനെ ഒറ്റ പറയുന്ന കളക്റ്റീവ് നൗൺ ആണ് ലിറ്റർ ഓഫ്. എന്താണ്? ലിറ്റർ ഓഫ് എന്നുകൊണ്ട്. നെക്സ്റ്റ് വൺ, എ ഹെർഡ് ഓഫ്, അല്ലേ? ഹെർഡ് ഓഫ് എന്താണ്? ഡീർ, കൗസ്, സ്വാൻസ്, കാറ്റിൽ. അപ്പൊ ഇവരുടെയൊക്കെ കൂട്ടത്തിന് നമ്മൾ പറയുന്ന കളക്റ്റീവ് നൗൺ ആണ് ഹെർഡ് ഓഫ്. എന്താണ്? ഹെർഡ് ഓഫ്. ഹെർഡ് ഓഫ് ഡിയർ, പിന്നെ അതുപോലെ തന്നെ എന്താണ്? മാനിന്റെ കൂട്ടം, അല്ലെ? ഡിയർ, കൗസ്, സ്വാൻസ്, അരണ്യം, അതുപോലെ തന്നെ കാറ്റിൽ, കന്നുകാലികളുടെ കൂട്ടത്തെ ഒരുമിച്ച് പറയുന്നത് നമ്മൾ ഹെർഡ് ഓഫ്. മനസ്സിലായി? എന്താണ്? ഹെർഡ് ഓഫ്. അപ്പൊ ഹെർഡ് ഓഫ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ ഏതിലൊക്കെ കൂടി ചേർന്നതാണ്? ഡിയർ, കൗസ്, സ്വാൻസ് ആൻഡ് കാറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, എ പാക്ക് ഓഫ്, അല്ലെ? ഏതാണ്? എ പാക്ക് ഓഫ്. അപ്പൊ ഏതിന്റെയൊക്കെ കൂട്ടത്തിനെ നമ്മൾ പാക്ക് ഓഫ് എന്ന് പറയുക? ഏതിന്റെ കളക്റ്റീവ് നൗൺ ആണ്? വോൾസ്, കാർഡ്സ്, ഡോഗ്സ്, ഹൗണ്ട്സ്, അല്ലെ? അപ്പൊ ഇതിന്റെയൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ് എന്ത് പറയുന്നത്? എ പാക്ക് ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എ പാക്ക് ഓഫ് വോൾസ്, കാർഡ്സ്, പാക്ക് ഓഫ് കാർഡ്സ് എന്ന് ഉദ്ദേശിക്കാം. പാക്ക് ഓഫ് ഡോഗ്സ് എന്നുകൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, പാക്ക് ഓഫ് ഹൗണ്ട്സ് എന്നുകൊണ്ട് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെയൊക്കെ കൂട്ടത്തിനെ നമ്മൾ പറയുന്നതാണ് പാക്ക് ഓഫ് എന്നത്. ഓക്കെ, പാക്ക് ഓഫ് എന്നത് ഏതിന്റെയൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ്? വോൾസ്, കാർഡ്സ്, ഡോഗ്സ്, ഹൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ബ്രൂഡ് ഓഫ്, അല്ലെ? ബ്രൂഡ് ചിക്കൻ. നമ്മൾ ചിക്കൻസ് പറയില്ലേ? ഹെൻസും ചിക്കൻസിനെയും. അപ്പൊ ചിക്കൻസിന്റെ ഒരു കൂട്ടവും ഹെൻസിന്റെ ഒരു കൂട്ടത്തിനെ നമ്മൾ പറയുന്ന കളക്റ്റീവ് നൗൺ എന്താണ്? എ ബ്രൂഡ് ഓഫ് എന്നുള്ളതാണ്. എ ബ്രൂഡ് ഓഫ് എന്നുള്ളത് ഏതിന്റെയൊക്കെ കൂട്ടത്തിനെയാണ്? ഹെൻസിന്റെയും ചിക്കൻസിന്റെയും എന്താണ്? കളക്റ്റീവ് നൗൺ ആണ് എന്ത് പറയുന്നത്? എ ബ്രൂഡ് ഓഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, എ ബഞ്ച് ഓഫ്, അല്ലെ? വളരെയധികം നമുക്ക് ഫേമസ് ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡ് ആണ് ഈ ബഞ്ച് ഓഫ് എന്നുള്ളത്, അല്ലെ? ബഞ്ച് ഓഫ് എന്താണ്? ഗ്രേപ്സ്, ഫ്ലവേഴ്സ്, കീസ്, അല്ലെ? ഒരു കൂട്ടം താക്കോലുകൾ, ഒരു കൂട്ടം പൂക്കൾ, ഒരു കൂട്ടം ഫ്രൂട്ട്സ്. അപ്പൊ ഇതിന്റെയൊക്കെ കളക്റ്റീവ് നൗൺ എന്താണ്? ബഞ്ച് ആണ്, അല്ലെ? ബഞ്ച് ഓഫ് ആണ്. ബഞ്ച് ഓഫ് എന്നുള്ളതാണ്. അപ്പൊ ക്ലിയർ ആയി പഠിക്കുക, ഒരു മാറ്റം വരുത്തരുത്, ഒരു മാർക്ക് നഷ്ടപ്പെടുത്താതെ ഈ ക്ലാസ് മുഴുവനായിട്ടും വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എ ലിറ്റർ ഓഫ് പിഗ്സ്, എ ഹെർഡ് ഓഫ് ഡിയർ, കൗസ്, സ്വാൻസ്, കാറ്റിൽ. അതുപോലെ പിഗ്സ്, പപ്പീസ്, പിഗ്ലെറ്റ്സ് ഒക്കെ ഏതാണ്? എ ലിറ്റർ ഓഫ് ആണ്, ലിറ്ററലാണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ച് വെക്കാം. അതുപോലെ തന്നെ പാക്ക് ഓഫ് എന്താണ്? വോൾസ്, കാർഡ്സ്, ഡോഗ്സ്, ഹൗണ്ട്സ്. അതൊക്കെ എന്താണ്? ഒരു പാക്ക് ആണ്. പാക്ക് ഓഫ്. ഓക്കെ, നെക്സ്റ്റ്, ബ്രൂഡ് ഓഫ് ചിക്കൻസ് ആൻഡ് ഹെൻസ്, അല്ലെ? ബ്രൂഡ് ചിക്കൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. എ ബ്രൂഡ് ഓഫ് ഹെൻസ് ആൻഡ് ചിക്കൻസ്. നെക്സ്റ്റ് വൺ, എ ബഞ്ച് ഓഫ്, അല്ലെ? ബഞ്ച് ഓഫ് എന്താണ്? ഗ്രേപ്സ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, കീസ്. ഇതിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ പറയുന്നത് എന്താണ്? കളക്റ്റീവ് നൗൺ എന്താണ്? എ ബഞ്ച് ഓഫ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, ആൻ
ആർമി ഓഫ്. ആർമി ഓഫ് എന്താ പറയാ? ആൻസ് അല്ലെ, ഉറുമ്പുകളുടെ ഒരു കൂട്ടത്തിന്, ഒരു ആർമി പോലെയാണ് ഉറുമ്പുകൾ വരിക അല്ലെ. അതിന് നമ്മൾ പറയുന്നതാണ്, അതിന്റെ കളക്റ്റീവ് നൗൺ ആണ് എന്ത്? ആൻ ആർമി ഓഫ് ആൻസ്, കാറ്റർപില്ലേഴ്സ്, ഫ്രോഗ്സ്. ഓക്കെ, കാറ്റർപില്ലേഴ്സ് എങ്ങനെയാ വരിക എന്നുള്ളത് അറിയില്ലേ അല്ലെ. അപ്പൊ ആൻ ആർമി ഓഫ് ആൻസ്, കാറ്റർപില്ലേഴ്സ്, ഫ്രോഗ്സ്. അപ്പൊ ഫ്രോഗ്സിന്റെയും കാറ്റർപില്ലേഴ്സിന്റെയും അതുപോലെ തന്നെ ആൻസിന്റെയും കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എന്താണ്? ആൻ ആർമിയാണ്. ഇവരൊക്കെ ഒരു ആർമി ആയിട്ടാണ് വരിക. അപ്പൊ അത് അങ്ങനെ ആലോചിച്ച് പഠിക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അത് മാറി പോകാൻ പാടില്ല. ഇനി അടുത്തത് എ ബേബി ഓഫ് ബ്യൂട്ടീസ്, അതേഴ്സ്, ക്വൈൽ ആൻഡ് സ്വാൻ. അപ്പൊ ക്വൈലിനെയും അതുപോലെ തന്നെ സ്വാനിനെയും, ക്വൈലിനെയും സ്വാനിനെയും മറ്റ് അതേഴ്സിനെയും ബ്യൂട്ടീസിനെ വർണ്ണിക്കാനും അപ്പൊ നമ്മൾ എന്ത് പറയും? എ ബേബി ഓഫ് എന്ന് പറയും. ഓക്കെ, ഇതിന്റെയൊക്കെ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് എന്താണ്? എ ബേബി ഓഫ് ആണ്. നെക്സ്റ്റ് വേർഡ് എന്താണ്? എ കോളനി ഓഫ് അല്ലെ. എ കോളനി ഓഫ് ഏതാണ്? റാറ്റ്സ്. അപ്പൊ റാറ്റ്സിന്റെ ഒരു കോളനി അങ്ങനെ ആലോചിച്ച് വെക്കാം. റാറ്റ്സ്, സീൽസ്, വാറ്റ്സ് ആൻഡ് ഗൾസ്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെയൊക്കെ കൂടുതൽ നമ്മൾ പറയുന്നത് എന്താണ്? എ കോളനി ഓഫ് എന്നുള്ളതാണ്. എന്താണ്? എ കോളനി ഓഫ്. അപ്പൊ എ കോളനി ഓഫ് റാറ്റ്സ്, സീൽസ്, വാറ്റ്സ് ആൻഡ് ഗൾസ്. ഇതിന്റെയൊക്കെ എന്താണ്? ഒരു കോളനിയാണ്. അപ്പൊ ഇതെല്ലാം ഒരു കോളനിയിൽ ഉണ്ട് എന്ന് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാണുമ്പോൾ നമുക്ക് എന്തോ ഓർമ്മ വരും? ഇതിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? കോളനിയാണ് എന്നുള്ളത് നമുക്ക് ഓർമ്മ വരും. മനസ്സിലായില്ലേ? കോളനി ഓഫ് റാറ്റ്സ്, സീൽസ്, വാറ്റ്സ് ആൻഡ് ഗൾസ്. ക്ലിയർ ആയി? നെക്സ്റ്റ് വൺ എ ഗാങ് ഓഫ് അല്ലെ. എന്താണ് ഗാങ് ഓഫ്? ഏതിന്റെയൊക്കെ ഗാങ്സ് ആണ്? റോബേഴ്സ്, പ്രിസണേഴ്സ് ആൻഡ് തീവ്സ്. ഇതിന്റെയൊക്കെ എന്താണ്? ഒരു ഗാങ് ആണ്. ഇവരൊക്കെ ഒരുമിച്ച് ഒരു ഗാങ് ആണ് നമ്മൾ പറയും. അപ്പൊ ഏതിന്റെയൊക്കെ ഗാങ് ഉണ്ട്? ഗാങ് ഓഫ് റോബേഴ്സ്, പ്രിസണേഴ്സ് ആൻഡ് തീവ്സ്. ഓക്കെ, ഏതിന്റെയാണ്? പ്രിസണേഴ്സിന്റെ, റോബേഴ്സിന്റെ, തീവ്സിന്റെ മൂന്നിന്റെയും എന്താണ്? ഒരു എന്തിന്റെ ഗാങ് ഉണ്ട്. മനസ്സിലായോ? ഗാങ് ഓഫ് റോബേഴ്സ്, പ്രിസണേഴ്സ് ആൻഡ് തീവ്സ്. Next one, a flock of. എന്താണ് ഫ്ലോക്ക് ഓഫ്? camels, goats and sheep. അല്ലേ, ഇത് വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് എ ഫ്ലോക്ക് ഓഫ് എന്നുള്ളത് അല്ലേ. അപ്പൊ ആടിന്റെ കൂട്ടത്തെ അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ കൂട്ടത്തെയും ഗോഡ്സിന്റെ കൂട്ടത്തെയും നമ്മൾ പറയുന്ന ഒരു കളക്റ്റീവ് നൗൺ ആണ് എ ഫ്ലോക്ക് ഓഫ് എന്നുള്ളത്. മനസ്സിലായോ? എ ഫ്ലോക്ക് ഓഫ് camels, goats and sheep. എ ഫ്ലോക്ക് ഓഫ് എന്താണ്? camels, gods and sheep ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ആർമി ഓഫ് ആൻസ് അല്ലെ, ഉറുമ്പുകളുടെ പട്ടാളം പോലെയാണ് പോകുന്നത്. അപ്പൊ അത് ആർമി എന്ന് ഓർത്ത് പഠിക്കുക. ബേബി ഓഫ് ബ്യൂട്ടീസ്, അതുപോലെ തന്നെ അതേഴ്സ്, കോയിൽ, സ്വാൻ, അരണ്യങ്ങളുടെ ഒരു കൂട്ടി അല്ലെ, അതിനെ ബേബി എന്ന് പറയുന്നു. ബേബി ഓഫ് എന്ന് പറയുന്നു. നെക്സ്റ്റ് കോളനി ഓഫ്. ഇതെല്ലാം നമ്മുടെ കോളനിയിൽ ഉണ്ട് എന്ന് നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ റാറ്റ്സ് ഉണ്ട്, സീൽസ് ഉണ്ട്, വാസ്പ് ഉണ്ട്, ഗൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി? ആ കോളനി എന്നുള്ള ഒരു കളക്റ്റീവ് നമുക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ് ആണ് ഗാങ് ഓഫ്. ഇവരൊക്കെ ഒരു ഗാങ് ആണ്. ആരൊക്കെയാണ്? റോബേഴ്സും, പ്രിസണേഴ്സും, തീവ്സും. ക്ലിയർ ആയില്ലേ? റോബേഴ്സും, പ്രിസണേഴ്സും, തീവ്സും എന്താണ്? ഒരു ഗാങ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് പറഞ്ഞു? എ ഗാങ് ഓഫ് എന്ന് പറഞ്ഞു. എ ഗാങ് ഓഫ് റോബേഴ്സ്, പ്രിസണേഴ്സ് ആൻഡ് തീവ്സ്. മനസ്സിലായി? നെക്സ്റ്റ് വൺ എ ഫ്ലോക്ക് ഓഫ് അല്ലേ. ഫ്ലോക്ക് ഓഫ് എന്താണ്? camels, goats and sheep. ഇവരുടെ കളക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എ ഫ്ലോക്ക് ഓഫ് camels, അതുപോലെ തന്നെ goats and sheep. നെക്സ്റ്റ് വൺ നോക്കാം. എ പെയർ ഓഫ് അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് പെയർ ഓഫ് അല്ലെങ്കിൽ ഒരു ജോഡി എന്നുള്ളത് അല്ലെ. നമ്മളിപ്പോ ഒരു ഷൂസ് വാങ്ങണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു ഡസൻ വള വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വേർഡ് ആണ് എ പെയർ ഓഫ് എന്നുള്ളത്. ആ പെയർ ഓഫ് ഷൂസ്, സിസേഴ്സ് ആൻഡ് സ്പെക്ടക്കിൾ അല്ലെ. അപ്പൊ ആ പെയർ ഓഫ് എന്ന് കഴിഞ്ഞാൽ അതിന്റെ കളക്റ്റീവ് ഏതിന്റെയൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ് പെയർ ഓഫ് എന്നുള്ളത്? ഷൂസ്, സ്പെക്ടക്കിൾ, അതുപോലെ തന്നെ സിസേഴ്സ്. അതിലെന്താണ്? രണ്ടെണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുന്നത്? കളക്റ്റീവ് നൗൺ ആയ എ പെയർ ഓഫ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ എ പൈൽ ഓഫ് അല്ലെ. അപ്പൊ ബുക്സിന്റെ ഒരു കൂട്ടത്തിന് നമ്മൾ എന്ത് പറയുന്നു? ക്ലോത്ത്സിന്റെ ഒരു കളക്റ്റീവ് നൗൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പൈൽ ഓഫ് എന്നുള്ളത് എഴുതണം. മനസ്സിലായോ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ബുക്സിന്റെ കൂട്ടത്തിനെയും ക്ലോത്ത്സിന്റെ കൂട്ടത്തിനെയും കളക്റ്റീവ് നൗൺ ആയിട്ട് അറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എ പൈൽ ഓഫ് എന്നുള്ളതാണ്. എ പൈൽ ഓഫ് ബുക്സ് അല്ലെങ്കിൽ എ പൈൽ ഓഫ് ക്ലോത്ത്സ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എ സ്വാം ഓഫ് അല്ലെ. ബീസും ആൻസും. അപ്പൊ ബീസിന്റെ കൂട്ടത്തെയും ആൻസിന്റെ കൂട്ടത്തിനെയും നമ്മൾ പറയുന്നത് എന്താണ്? എ സ്വാം ഓഫ് എന്ന് പറയുന്നു. അപ്പൊ കളക്റ്റീവ് നൗൺസ് എന്താണെന്നുള്ളത്
ക്ലിയർ ആയി അല്ലേ? അപ്പൊ ഇത്രയും കളക്റ്റീവ് നൗൺസ് ആണ് നമ്മൾ നോക്കിയത്. സാം ഓഫ് ബീഫ്, ants, a pile of books and clothes, a pair of shoes, scissors and spectacles. അപ്പോൾ ഇത്രയും കളക്റ്റീവ് നൗൺസ് ഈസ് വെരി മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്തായാലും ഇത് മാറി പോകാതെ നമ്മൾ ഒരു കോഡ് ലാംഗ്വേജിലൂടെ വളരെ രസകരമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഒരു മാർക്ക് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കളക്റ്റീവ് നൗൺസ് ക്ലിയർ ആയി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിഫിക്സ് ആണ്. കുറച്ച് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വേർഡിന്റെ മുന്നിൽ ചേർക്കുന്നതിനെ പ്രിഫിക്സ് എന്ന് പറയുന്നു. ഒരു വേർഡിന്റെ ശേഷം ചേർക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? സഫിക്സ് എന്ന് പറയുന്നു അല്ലെ? പലർക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രിഫിക്സ് ആയിട്ട് വരുമോ, ഇത് പ്രിഫിക്സ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുമോ, ഇത് പ്രിഫിക്സിന്റെ ഗണത്തിൽ പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം വരും. മനസ്സിലായോ? അപ്പൊ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രിഫിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ, അണ്ടർസ്റ്റാൻഡിങ്. അതെന്താണ്? അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു വേർഡ് ആണ് അല്ലെ? അതിന്റെ മുന്നിൽ ചേർത്തിട്ടുള്ള വേർഡ് ഏതാണ്? മിസ് ആണ്. മിസ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഒരു വേർഡിന്റെ മുന്നിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും ശരി, മിസ് ആണെങ്കിലും ശരി, അണ്ണായാലും ഹാപ്പി, അൺഹാപ്പി, ഓക്കെ, ബിലീവ്, അൺബിലീവ്. അപ്പൊ ഒരു വേർഡിന്റെ മുന്നിൽ കൊടുത്തിട്ടുള്ള എന്ത് വാക്കുണ്ടെങ്കിലും അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്? പ്രിഫിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അണ്ടർസ്റ്റാൻഡിങ്ങിന് മുന്നിൽ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? മിസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ റിലവന്റ് അല്ലെ? റിലവന്റിന്റെ മുന്നിൽ എന്താ ചെയ്തത്? ഇർ ചേർത്തു, irrelevant. അപ്പൊ ഇതെന്താണ്? പ്രിഫിക്സ് ആണ്. ഓക്കെ, റൈറ്റ് ദ പ്രിഫിക്സ് ഫോം ഓഫ് ദ വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ഒരു വേർഡിന്റെ മുന്നിൽ വരുന്ന എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ അതെല്ലാം എന്താണ്? പ്രിഫിക്സ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. റിലവന്റ് മുന്നിൽ എന്താണ്? ഇർ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രിഫിക്സ് വേർഡ് എന്താണ്? ഇർറിലവന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പോക്കൺ. സ്പോക്കൺ എന്നുള്ളതിന്റെ പ്രിഫിക്സ് എന്താണ്? ഔട്ട് സ്പോക്കൺ അല്ലെ? സ്പോക്കണിന്റെ മുന്നിൽ നമ്മൾ എന്തിട്ടു? ഔട്ട് ഇട്ടു അല്ലെ? അപ്പൊ അത് എന്തായിട്ട് അറിയപ്പെടുക? ഔട്ട് സ്പോക്കൺ ആണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഹ്യൂമൻ അല്ലെ? ഹ്യൂമൻ എന്താണ്? ഇൻഹ്യൂമൻ. ഹ്യൂമണിന്റെ പ്രിഫിക്സ് ആയിട്ട് അറിയപ്പെടുന്നത് എന്താണ്? ഇൻഹ്യൂമൻ. അത് കൺഫ്യൂഷൻ ഉണ്ടാവും ചിലർക്ക്. ഹ്യൂമണിന്റെ പ്രിഫിക്സ് വേർഡ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഹ്യൂമൻ ആണ്. അവിടെ അൺഹ്യൂമൻ ഒന്നും എഴുതാൻ പറ്റില്ല, ഇൻഹ്യൂമൻ ആണ്. ഓക്കെ, അപ്പൊ പ്രിഫിക്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇത് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് സഫിക്സ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രീ പറഞ്ഞ മുന്നില്, സഫിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം, ആ വേർഡിന് ശേഷം. അപ്പൊ നമ്മളൊരു വേർഡ് എഴുതി, അപ്പോയിന്റ് എന്നൊരു വേർഡ് എഴുതി അല്ലെ? അതിന്റെ സഫിക്സ് എന്താണ് വരിക? അപ്പോയിന്റ്മെന്റ്. മെന്റ് എന്നുള്ളത് ചേർത്തു, നമ്മൾ വേർഡിന് ശേഷമാണ് നമ്മൾ ചേർത്തത് അല്ലെ? അപ്പൊ അപ്പോയിന്റ്മെന്റ് അതാണ് അതിന്റെ സഫിക്സ് വേർഡ് ആയിട്ട് എഴുതിയത്. നെക്സ്റ്റ് എക്സിസ്റ്റ് അല്ലെ? എക്സിസ്റ്റ് എന്നുള്ളതിന്റെ ശേഷം എന്താ എഴുതിയത്? എക്സിസ്റ്റൻസ് അല്ലെ? ENCE നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തു. അപ്പൊ അതിനെ നമ്മൾ എന്തായി കണക്കാക്കി? സഫിക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കി. ഓക്കെ, അപ്പൊ അപ്പോയിന്റ് ആണെങ്കിൽ അപ്പോയിന്റ്മെന്റ്, എക്സിസ്റ്റ് ആണെങ്കിൽ എക്സിസ്റ്റൻസും ആണ് സഫിക്സ് ആയിട്ട് നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് ലുക്ക്. ലുക്ക് എന്താണ്? ലുക്കബിൾ അല്ലെ? ലുക്ക് എന്താണ്? ലുക്കബിൾ. അപ്പൊ ഇവിടെ സഫിക്സ് ആയിട്ട് ചേർത്ത് ഏതാണ്? ലുക്ക് ഏബിൾ. ഏബിൾ ആണ് സഫിക്സ് ആയിട്ട് നമ്മൾ ഇവിടെ എഴുതിയത്. നെക്സ്റ്റ് വൺ വീക്ക് അല്ലെ? വീക്ക്ലി. നമുക്ക് അതുപോലെ വീക്കെൻഡ് എഴുതാം അല്ലെ? END ചേർത്താലും അത് എന്താണ്? സഫിക്സ് ആയിട്ട് നമുക്ക് അതിനെ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ കുറച്ച് സഫിക്സ് എഴുതി, നമ്മള് കുറച്ച് പ്രിഫിക്സ് എഴുതി. പ്രീവിയസ് എക്സാം, പ്രീവിയസ് PSC എക്സാംസിന് വളരെയധികം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ വീഡിയോ ഒരിക്കലും ആരും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ എല്ലാവരും കാണുക. അപ്പൊ നമ്മൾ ഇതിന് ശേഷം പറഞ്ഞത്, ഇതിന് മുന്നേ പറഞ്ഞത് എന്താണ്? ഒന്നുകൂടി നമുക്ക് നോക്കാം. കളക്റ്റീവ് നൗൺസ് നമ്മൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെയാണ്? ലിറ്റർ ഓഫ് പിഗ്സ്, പപ്പീസ്, പിഗ്ലെറ്റ്സ് പറഞ്ഞു. ഹെർഡ് ഓഫ് ഡിയേഴ്സ്, ഡിയർ, കൗസ്, സ്വാൻസ് ആൻഡ് കാറ്റിൽ പറഞ്ഞു. നെക്സ്റ്റ് പാക്ക് ഓഫ് ബേർഡ്സ് പറഞ്ഞു. കാർഡ്സ്, ഡോഗ്സ്, ബൗൺസ്. ഇതിന്റെയൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ് നമ്മൾ പാക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ബ്രൂഡ് ഓഫ് ഹെൻസ് ആൻഡ് ചിക്കൻസ്. നെക്സ്റ്റ് ആണ് ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ഫ്ലവേഴ്സ് ആൻഡ് കീസ് അല്ലെ? അതൊക്കെ നമ്മൾക്ക് വളരെയധികം അറിയുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ ആർമിയുടെ കാര്യത്തിൽ ഏതൊക്കെയാ പറഞ്ഞത്? ആൻസ്, കാറ്റർപില്ലേഴ്സ്, പിന്നെ ഏതാണ്? ഫ്രോഗ്സ് അല്ലെ? പിന്നെ ബേബി ഓഫ് ബ്യൂട്ടീസ്, അതേഴ്സ്, പിന്നെ ക്വീൻ ആൻഡ് എന്താണ്? സ്വാൻ അല്ലെ? ഇതിന്റെ കൂട്ടത്തിന് ബേബി എന്ന് പറഞ്ഞു. പിന്നെ കോളനി ഓഫ് റാറ്റ്സ്, കോളനിയിൽ ഇതൊക്കെ ഉണ്ട് എന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഗാങ് ഓഫ്, ഇതെല്ലാം ഒരു ഗാങ് ആണ്. റോബേഴ്സ് ആണെങ്കിലും പ്രിസറേഴ്സ് ആണെങ്കിലും തീവ്സ് ആണെങ്കിലും ഒരു ഗാങ് ആണ്. അപ്പൊ ഗാങ് ഓഫ്. ഓക്കെ, അങ്ങനെ പഠിക്കാം. പിന്നെ ഫ്ലോക്ക് ഓഫ്, ക്യാമൽ,
പിന്നെ എന്താ ഗോഡ്സ്, ഷീപ്പ്. ഇതിന്റെയൊക്കെ കൂട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലോക്ക് ഓഫ് എന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കി പെയർ ഓഫ് ഷൂസ്, വളരെ അറിയുന്ന കാര്യം. പൈൽ ഓഫ് ബുക്സ് ആൻഡ് ക്ലോത്ത്സ്, സ്വാം ഓഫ് ബീസ് ആൻഡ് ആൻഡ്സ്. ഓക്കെ, സ്വാം ഓഫ് ബീസ് ആൻഡ് ആൻഡ്സ്. അപ്പൊ നമ്മൾ പ്രിഫിക്സ് പറഞ്ഞു, അണ്ടർസ്റ്റാൻഡിങ്ങിന് മുന്നിലാണ് ചേർത്തത്. മിസ് അണ്ടർസ്റ്റാൻഡിങ്, റെലവന്റിന്റെ ഇറെലവന്റ്, അതുപോലെ സ്പോക്കൺ, ഔട്ട് സ്പോക്കൺ, ഹ്യൂമൻ, ഇൻഹ്യൂമൻ. ഇനി സഫിക്സ് നമ്മൾ പറയുന്നത് ഏതാണ്? അപ്പോയിന്റ് ആണെങ്കിൽ അതിനുശേഷം നമ്മൾ അപ്പോയിന്റ്മെന്റ് ചേർത്തു. അപ്പോയിന്റ്മെന്റ്. എക്സിസ്റ്റ് ആണെങ്കിൽ എക്സിസ്റ്റൻസ് ചേർത്തു. ലുക്ക് ആണെങ്കിൽ ലുക്കബിൾ ചേർത്തു. ഓക്കെ, വീക്ക് ആണെങ്കിൽ വീക്ക്ലി എന്ന് ചേർത്തു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെയധികം വ്യക്തമായിട്ട് പഠിക്കുക. ഈ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, താങ്ക് യു.